إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما أعجلك عن قومك يا موسى قال هم أولئك على أثري وعجلت إليك ربي لترضى. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു വ്യക്തി ഈ ഭൗതിക ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് അള്ളാഹുവിൻ്റെ റിള അല്ലെങ്കിൽ റിളല്ലാഹ്, അത് നേടിയെടുക്കുക എന്നുള്ളത്. ഈ റിളവാൻ അല്ലെങ്കിൽ റിള എന്ന് പറയുന്ന ഈ വാക്കിനെ കേവലം തൃപ്തി എന്നുള്ള രണ്ട് വാക്കിൽ ഒതുക്കിയാൽ മതിയാകില്ല. വിശാലമായ അർത്ഥമാണ് അതിനുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാം. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അവൻ ആഗ്രഹിക്കേണ്ടുന്ന, തേടേണ്ടുന്ന ഏറ്റവും വലിയ ഒന്നാണ് റിളവാൻ. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ഉണർത്തുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഹിജറയുടെ ചരിത്രം. ആ ചരിത്രം വായിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജറ പോയ സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
അദ്ദേഹം നടത്തിയ ഒരു പ്രയോഗം, അവരുടെ ഹിജ്റ തുടങ്ങുന്നത് മക്കയിലെ സൗർ മലയിൽ നിന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യാത്ര തുടരുമ്പോൾ, ആ മലയുടെ മുകളിൽ നിന്ന് മദീന ലക്ഷ്യമാക്കി യാത്ര തുടരുമ്പോൾ, സൗർ മലയുടെ പടിഞ്ഞാറ് ഭാഗം സമുദ്രമാർഗേണയാണ് അവർ ഹിജ്റ പോകുന്നത്. സാധാരണ മദീനയിലേക്കുള്ള വഴി ത്വരീഖു തിജാരിയയാണ്. കച്ചവട സംഘം കാഫിലകളായി യാത്ര പോകുന്ന വഴികൾ, അതിലൂടെയല്ല അവർ ഹിജ്റ പോയത്. കാരണം ഹിജ്റ എന്ന് പറയുന്നത് ശത്രുക്കളുടെ കൺ വെട്ടിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അതായത് ഇന്നത്തെ ജിദ്ദ വഴിയാണ്, ആ പടിഞ്ഞാറ് ഭാഗമുള്ള സമുദ്രമാർഗമാണ് അവർ പോയത്. ഹുമൈഷാത്ത് എന്ന നീണ്ട പർവ്വത നിരകളുടെ വലതുഭാഗത്തിലൂടെ നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടെയുള്ള മറ്റു രണ്ടുപേരും വളരെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. ആ യാത്രയെക്കുറിച്ചുകൊണ്ട് പിൽക്കാലത്ത് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി, അദ്ദേഹത്തിൻ്റെ ഉപ്പ അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട് അന്നത്തെ യാത്രയുടെ അനുഭവം എങ്ങനെയായിരുന്നു, ഹബീബിൻ്റെ കൂടെയുള്ള നിങ്ങളുടെ ഹിജ്റ എന്നാണ് ചോദ്യം. ബറാ ഇബ്നു ആസിബിൻ്റെ പിതാവിൻ്റെ ചോദ്യം ആരോട്? അബൂബക്കർ റളിയല്ലാഹുവിനോട്. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് ഞങ്ങളുടെ യാത്രയിൽ റസ്ദ് ഞങ്ങളെ തേടി എല്ലാ സ്ഥലങ്ങളിലും നടക്കുകയാണ്. റസ്ദ് എന്ന് പറഞ്ഞാൽ മക്കയിലെ ഖുറൈശികൾ നിശ്ചയിച്ച അന്വേഷണ സംഘം, അത് എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ പതിവ് ലംഘിച്ചുകൊണ്ടുള്ള യാത്രയാണ് മദീനയിലേക്ക് ഞങ്ങൾ പോയത്. പതിവ് ലംഘിച്ചുകൊണ്ടുള്ള യാത്ര, വിശ്രമമില്ലാത്ത രാത്രിയും പകലുമായിരുന്നു ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത്. സൗറിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. ഹത്താ ഖാമ ഖായിമുൽ ലഹീറ, അദ്ദേഹം പറയുന്നു, നട്ടുച്ച സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാത്രാവേളയിൽ ദാഹിച്ച് തൊണ്ടപറ്റി വീണുപോയേക്കുമോ എന്നുള്ളൊരവസ്ഥയിൽ നബി തങ്ങൾ എത്തിപ്പെടുകയാണ്. ഒരു മരത്തണലും കാണാൻ കഴിയാത്തൊരിടത്താണ് ഞങ്ങളുള്ളത്. ഒരു പച്ചമരത്തണലും സമീപത്ത് എവിടെയുമില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു നീളൻ പാറ, ഒരു നീണ്ട പാറ, ഒരു കരിമ്പാറ ഞങ്ങൾ ദൂരഭാഗത്ത് നിന്ന് കണ്ടു. സൂര്യൻ്റെ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയത് കൊണ്ട് തന്നെ ആ പാറയുടെ ചെറിയൊരു നിഴൽ ഞങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി കിട്ടിയതുപോലെ ഞങ്ങളതിൻ്റെ താഴെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാറയുടെ തണലിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഞാൻ അവിടെ ഓടിയെത്തി നബിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം അവിടെ ശരിയാക്കി കൊടുത്തു. എന്നിട്ട് ഹബീബിനെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ അവിടെ കിടത്തുകയാണ് ചെയ്തത്. പിന്നീട് ഞാൻ അവിടെ വിശ്രമിക്കുകയായിരുന്നില്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ നടത്തത്തിൻ്റെ ലക്ഷ്യം കുറച്ച് വെള്ളം കിട്ടുമോ എന്നുള്ളതായിരുന്നു. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരാളെ കണ്ടെത്തി. ആരും അവിടെ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത മരിപ്പു പറമ്പിൽ ഒരിടയൻ ആടുകളുമായി ദൂരദിക്കിൽ നിന്ന് വരുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ വേഗത്തിൽ ചെന്നിട്ട് ആ ഇടയനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ആടിനെ കറന്ന് കുറച്ച് പാല് തരുമോ എന്ന് ചോദിച്ചു. അയാളത് സമ്മതിക്കുകയും അബൂബക്കർ റളിയല്ലാഹുവിനോട് കറന്നെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പാലുമായി ഞാൻ ധൃതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹ് ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയിരുന്നു. ഉറക്കമുണരുവോളം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പാലുമായി കാത്തിരുന്നു. അവിടുന്ന് ഉറക്കമുണർന്നപ്പോൾ ആ പാല് ഞാൻ ഹബീബിന് വെച്ച് നീട്ടി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നേതാവിൻ്റെ ആ കുടി കണ്ട് പറയാണ്, ഫശരിബ ഹത്താ റദീത്, ഫശരിബ ഹത്താ റദീത്. പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനെല്ലാം നേടിയ ഒരു മേനയിൽ അതീവ സംതൃപ്തനായി. ഹബീബിൻ്റെ ദാഹമകന്നപ്പോൾ എന്തൊക്കെയോ നേടിയെടുത്ത ഒരു മനസ്സംതൃപ്തിയോടെ ഞാൻ നബിയുടെ മുന്നിൽ നിൽക്കുകയാണ്. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ വേളയിൽ പ്രയോഗിച്ച വാക്കാണ് ഫശരിബ ഹത്താ റദീത്. അതാണ് റിള. ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ അങ്ങേ അറ്റം സാധിച്ചെടുക്കുന്ന സാധ്യത്തിന് പറയുന്ന പേരാണ് റിള, റിളവാൻ, തൃപ്തി എന്ന് പറയുന്നത്. മിസ്വറ ഇബ്നു മഖ്റമ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നൊരു സഹാബിയെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇവരൊക്കെ നമ്മുടെ മുൻഗാമികളാണ്. ഇവരുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട്. ഇവർ നടന്ന വഴിയെ നടക്കാനാണ് ഖുർആനിൻ്റെ കൽപ്പന തന്നെ. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. നിങ്ങൾ ആരെങ്കിലും ഹിദായത്തിൻ്റെ വഴി അന്വേഷിക്കുന്നുണ്ടോ? സഹാബത്തിൻ്റെ വഴി നടക്കുക. അവർ വിശ്വസിച്ചതുപോലെ, അവർ നടന്നതുപോലെ നിങ്ങൾ നടക്കുക, വിശ്വസിക്കുക. ആരെങ്കിലും കക്ഷി മത്സരത്തിൻ്റെ, ഭിന്നിപ്പിൻ്റെ, പ്രശ്നത്തിൻ്റെ വഴികളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഫഇന്നമാഹും ഫീ ശിഖാഖ്, അവൻ കക്ഷി മത്സരത്തിൻ്റെ ആളാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവിടെയാണ് നമുക്ക് ഓർക്കാനുള്ളത് ആരെ? മിസ്വറ ഇബ്നു മഖ്റമ എന്ന് പറയുന്ന സഹാബി. അദ്ദേഹം ഒരിക്കൽ ഇബ്നു നൗഫൽ അസ്സുഹരി എന്ന് പറയുന്ന തൻ്റെ പിതാവിനെ കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വരികയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദാനമായി മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ കുറേ ഡ്രസ്സുകൾ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ആ സമയത്താണ് മിസ്വറയും പിതാവ് മഖ്റമ ഇബ്നു നൗഫലും അവിടെ എത്തുന്നത്, അവിടെ എത്തിപ്പെടുന്നത്. അത് അല്ലാഹുവിൻ്റെ ഹബീബ് വസ്ത്രമില്ലാത്തവർക്ക് വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും എന്തുകൊണ്ടും ഡ്രസ്സ് കിട്ടാൻ അർഹനായിരുന്നു മഖ്റമ. മിസ്വറ എന്ന് പറയുന്ന സഹാബിയും അദ്ദേഹത്തിൻ്റെ പിതാവും അതിൽ നിന്ന് ഡ്രസ്സ് കിട്ടാൻ എന്തുകൊണ്ടും അർഹരായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ വഴിക്കുള്ള കുടുംബക്കാരനാണ് മഖ്റമ. ഉമ്മ ആമിനയുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ട ആളാണ് മഖ്റമ. പക്ഷെ അതിൽ നിന്ന് അദ്ദേഹത്തിന് വസ്ത്രം ലഭിച്ചില്ല. ആ വിതരണം ചെയ്ത കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന് വസ്ത്രം ലഭിച്ചില്ല. വസ്ത്രം ലഭിക്കാത്തത് കൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് അനുവാദം ചോദിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് നബിയുടെ അരികിലേക്ക് മഖ്റമയും മകനും പ്രവേശിക്കുകയാണ്. വീടകത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുക്കലേക്ക് വരികയും നല്ലൊരു ജോഡി വസ്ത്രം ചോദിക്കാതെ തന്നെ അവർക്ക് എടുത്തു കൊടുക്കുകയും ചെയ്തു. ആ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് സമ്മാനിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കായിരുന്നു, മഖ്റമ, ഇത് നിങ്ങൾക്കായി സെപ്പറേറ്റ് ഞാൻ മാറ്റിവെച്ചതാണ്, ഇത് നിങ്ങൾക്കുള്ളതാണ്. മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് മഖ്റമ അവിടെ നിൽക്കുമ്പോൾ മഖ്റമയുടെ മുഖത്ത് നോക്കി മുത്തു നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റളിയ മഖ്റമ എന്നൊരു പ്രയോഗം. റളിയ മഖ്റമ,
മഹ്റമ ലോകം വെട്ടിപ്പിടിച്ചവനെ പോലെ സംതൃപ്തനായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് പറയുകയുണ്ടായി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതാണ് റിളവാൻ. ഈ റിളവാൻ നേടിയെടുക്കാനാണ് അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് പടച്ചു വിട്ടത് തന്നെ. ആരുടെ റിള? നമ്മുടെ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന്. ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കിയെടുത്തവനായ റബ്ബ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. ഒന്നും അറിയാത്തവരായി ഉമ്മാന്റെ ഗർഭത്തിൽ നിന്ന് കയ്യും ചുരുട്ടിപ്പിടിച്ച് കണ്ണടച്ച് വാപ്പിളർന്ന് കരയാനല്ലാത്തൊരവസ്ഥയിൽ ഒന്നുമില്ലായിരുന്നു നിങ്ങളുടെ കൈകളിൽ. അവിടെ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ആ റബ്ബിൻ്റെ തൃപ്തി നേടിയെടുക്കാനാണ് ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കറിയോ, നാളെ സ്വർഗത്തിൽ എന്തെല്ലാം അനുഭൂതികളാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ അനുഭൂതികളെക്കാളൊക്കെ വലുതാണത്രേ സ്വർഗത്തിൽ വെച്ച് അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്നൊരു സമ്മാനം. ആ സമ്മാനം എന്താണെന്നറിയങ്ങൾ? ഈ ആയത്ത് നിങ്ങൾ കേട്ടു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. വിശ്വാസികളായ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്ത്? ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗമാണ് അവർക്കുള്ളത്. ഖാലിദീന ഫീഹാ. അവർ അതിൽ ശാശ്വതവാസികളാണ്. വമസാകിന ത്വയ്യിബാ. സംശുദ്ധമായ പാർപ്പിടങ്ങൾ, സമാധാനത്തിൻ്റെ ത്വയ്യിബായ പാർപ്പിടങ്ങൾ അവർക്ക് അവിടെയുണ്ട്. ഫീ ജന്നാത്തി അദ്നിൻ. ഫീ ജന്നാത്തി അദ്നിൻ. സ്വർഗത്തിൻ്റെ തോട്ടങ്ങളിലാണ് ആ പാർപ്പിടങ്ങളുള്ളത്. അള്ളാഹു പറയുന്നു, വരിളുവാനും മിനല്ലാഹ്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള തൃപ്തിയും സ്വർഗവാസികൾക്കുണ്ട് എന്നാണ്. ആ റിളവാനും മിനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് അവിടെ നിർത്തിയിട്ടില്ല. ബാക്കി എന്താണെന്നറിയോ? വരിളവാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അളീം. അതാകുന്നു സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. വരിളവാനുല്ലാഹി അക്ബർ. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഏതാണ് ആ റിളവാൻ എന്ന് പറയുക? നിങ്ങൾക്ക് സ്വർഗവാസികൾ സ്വർഗത്തിലെ എല്ലാ അനുഭൂതികളും ആസ്വദിച്ച് അവർ ജീവിച്ചു കൊണ്ടിരിക്കെ ഒരു അശരീരി കേൾക്കുന്ന ഹദീസിൽ മുത്തുനബി തങ്ങൾ പറയാണ്, സ്വഹീഹായ ഹദീസ്. ഏതാണ് അശരീരി? സ്വർഗവാസികളെ, ഇനി നിങ്ങൾക്ക് എന്ത് വേണം? അപ്പൊ സ്വർഗവാസികൾ ഒന്നടങ്കം ആ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കും, ശരീരം കാണൂല. അപ്പൊ സ്വർഗവാസികൾ പറയും, തബിയല്ലത്തു വുജൂഹന. ഞങ്ങളെ മുഖം നീ വെളുപ്പിച്ചില്ല റബ്ബേ. അതായത് സ്വർഗത്തിൽ ഞങ്ങളെ കടത്തിയില്ലേ എന്നാണ് പറയുന്നത്. അള്ളാഹു നമ്മൾക്ക് ആ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, അല്ലേ, നിങ്ങൾക്ക് എന്നെ കാണണോ എന്ന റബ്ബിൻ്റെ ചോദ്യം. സ്വർഗവാസികൾ ഒന്നടങ്കം പറയും അതേ എന്ന്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹിജാബ് നീക്കി അള്ളാഹ് ഇറങ്ങി വരും സ്വർഗവാസികളിലേക്ക് എന്നാണ്. അവിടെ നിന്നാണ് റബ്ബിനെ കാണുക. അതാണ് അള്ളാഹ് പറഞ്ഞത്, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. വിശ്വാസികൾ അള്ളാഹുവിലേക്ക് നോക്കും. മറ്റൊരു ഭാഗത്ത് പറഞ്ഞെന്താ അറിയോ? അതായത് ചാരുമഞ്ചങ്ങളിൽ ചാരിയിരുന്നു കൊണ്ട് റബ്ബിനെ കാണുന്നതാണ്. റബ്ബി ഇറങ്ങി വന്നുകൊണ്ട് അവരോട് എന്താ പറയുക? ഇന്ന് മുതൽ നിങ്ങളുടെ മേൽ എൻ്റെ കോപമില്ല, എൻ്റെ തൃപ്തി മാത്രമേ ഉള്ളൂ എന്നാണ്. അതാണ് അത്ര സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ തൃപ്തി നേടിയെടുക്കാൻ റബ്ബിന് തൃപ്തിയില്ലാത്ത വല്ലതും നമ്മുടെ അടുത്തുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട പൊതുവായിട്ടുള്ളൊരു കാര്യം അതാണ്. ആ മത്തുലബിന് വേണ്ടി ആ ഒരു തേട്ടം എപ്പോഴും നമ്മുടെ അടുക്കൽ ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയ ആയത്തേതാ? വിശ്വാസികളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയ ആയത്തേതാ? മൂസാ നബിയുമായി ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട നബിയാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമ അള്ളാഹു അദ്ദേഹത്തെ വിളിച്ചില്ലേ തൂരിസീന പർവ്വതത്തിൻ്റെ സമീപത്തേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ കൂട്ടിയിട്ടാണ് ചെല്ലാൻ പറഞ്ഞത്. പക്ഷെ മൂസാ നബി ചെറിയൊരു ധൃതി കാണിക്കുകയുണ്ടായി. ആ ധൃതിയെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞെന്താ? വമാ അഅജലക അൻ ഖൗമിക യാ മൂസ. എന്തിനാണ് മൂസ സമൂഹത്തെ വിട്ട് ധൃതിയിൽ ഇവിടെ വന്നത്? സമൂഹത്തൊക്കെ ബാക്കിലാക്കിയിട്ട് നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് ഇവിടെ എന്തിനെത്തിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, ഖാലഹും മൂലാഇ അലാ ഫരി
അവരെൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റി എൻ്റെ കൂടെ വരുന്നുണ്ട് റബ്ബേ. അവരെൻ്റെ കൂടെ വരുന്നുണ്ട്. എന്നിട്ട് മൂസാ നബി പറഞ്ഞ വാക്കെന്താ? വഅജിൽതു ഇലൈക റബ്ബീ ലിതർലാ. അല്ലാഹുവേ, ഞാൻ അജിൽതു ധൃതിപ്പെട്ടു വന്നത് എന്തിനാണെന്നറിയുമോ? ഇലൈക, നിന്നിലേക്ക്, എൻ്റെ റബ്ബേ, ലിതർലാ, നിന്റെ റിള കിട്ടാൻ വേണ്ടിയാണ്. അതാണ് റിള. അള്ളാഹുവിൻ്റെ റിള കിട്ടാൻ വേണ്ടി, തൃപ്തി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വേഗത്തിൽ വന്നത്. അള്ളാഹിൻ്റെ കോപം മേടിക്കുന്ന പണിയല്ല എടുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വെറുപ്പ് സമ്പാദിക്കുന്ന പ്രവർത്തനങ്ങളല്ല വേണ്ടത്. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളിൽ വേണ്ടത്. ഒരിക്കലും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവിടുത്തെ കൂടെ മുത്തുനബി അന്തി ഉറങ്ങുന്ന സമയം, ആ സമയത്ത് ഉറക്കമുണർന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പുതപ്പിൽ മുത്തുനബിയെ കാണാനില്ല. മുത്തുനബിയെ കാണാനില്ല. പുറത്തു നോക്കി ഞാൻ, നബി അവിടെ കാണാനില്ല. പിന്നീട് പുറത്തിറങ്ങി ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ, വീണ്ടും കയറിയപ്പോൾ, നട്ടപ്പാതിര നേരത്ത് പായ വിരിച്ച് നിസ്കരിക്കുകയാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീബി പറയുകയാണ്, ആ സമയത്ത് നബിയുടെ 2 കാൽപാദങ്ങളും റാസൻ ഖദമൈ, കാലുകൾ കൂട്ടി വിരലുകൾ അമർത്തി സുജൂദിൽ കിടക്കുകയാണ്. സുജൂദിൽ കിടക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞുതരാൻ. നമ്മളിൽ ചിലരെങ്കിലും സുജൂദ് ചെയ്യുമ്പോൾ കാലുകൾ വിടർത്തി വെക്കാറുണ്ട്. അത് ശരിയല്ല. സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? റാസൻ ഖദമൈ, അതായത് പേസ്റ്റ് എന്നതിൻ്റെ അർത്ഥം. ചേർത്ത് വെക്കണം. വിരലുകൾ അമർത്തി രണ്ടും കൂട്ടി വെക്കണം. അതിൽ നിന്നൊരു മസല നമ്മൾ കണ്ടെത്തിയതാണ്. പണ്ഡിതന്മാർ അത് കൃത്യമായി വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആയിഷ ബീവി പറയാണ്, സുജൂദിൽ ഇങ്ങനെ കാലമർത്തി ഇങ്ങനെ കിടക്കുകയാണ്. എന്താണ് സുജൂദിൽ മുത്തുനബി ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് എന്ന് സാഗൂതം ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ആ സമയത്ത് അവിടുന്ന് ദുആ ചെയ്തത് എന്താണെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക വബിമുആഫതിക മിൻ നുഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക കമാ അസ്നൈത അലാ നഫ്സിക. അല്ലാഹുവേ, നിന്റെ റിള കൊണ്ട്, നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. റബ്ബേ, നിന്റെ റിള താ. എപ്പോഴാ ഈ പറച്ചില്? രാത്രിയുടെ 1/3 യൻസിലു റബ്ബുന തബാറക വ തആല, അല്ലേ? അള്ളാഹ് ഇറങ്ങി വരുന്ന സമയമാണ്. അള്ളാഹു ഇറങ്ങി വരുന്നത് എങ്ങനെ? അള്ളാഹു ഇറങ്ങുന്ന രൂപം എങ്ങനെ? ഇത് അന്വേഷിക്കാൻ മുഅ്മിനീങ്ങളോട് പറഞ്ഞിട്ടില്ല. ഏത് ടൈമിൽ? അമേരിക്കയുടെ ടൈമിലാണോ ഇന്ത്യൻ ടൈമിലാണോ ചോദിച്ച് കളിയാക്കാനല്ലടോ പറഞ്ഞത്. അവിടെ അത് വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ അത്തരത്തിലുള്ള പ്രയോഗങ്ങളിൽ ഒരിക്കലും തഅ്തീലും തശ്ബീഹും പാടില്ല. അത് മുജസ്സിമിയാക്കളുടെ, പിഴച്ച കക്ഷികളുടെ വാദമാണത്. എങ്ങനെയാണ് അള്ളാഹ് ഇറങ്ങുന്നത് എന്നുള്ള ചോദ്യം. അള്ളാഹ് അർശിൽ ഉപവിഷ്ടനാണ്. 7 ആകാശങ്ങൾക്കുപരിയിൽ സമുദ്രത്തിന്റെ മുകളിൽ റബ്ബിന്റെ അർശ് സ്ഥാപിക്കപ്പെട്ടു എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞപ്പോ, ആ അർശിൽ ഇസ്തിവാ ചെയ്തത് എങ്ങനെയെന്ന് ഇമാം മാലിക്കിനോട് ഒരു ശിഷ്യൻ ചോദിച്ചപ്പോ ഇമാം മാലിക് പറഞ്ഞത്, ആ ചോദ്യം തന്നെ ബിദ്അത്താണ്. വസ്സുആലു അൻഹു ബിദ്അ, ചോദിക്കാൻ പാടില്ല. എന്നാലോ വൽ ഈമാനു ബിഹി വാജിബ്, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. പറഞ്ഞോടത്ത് നിൽക്കുക. അള്ളാഹുവിന് യദുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ യദുമായിട്ട് ചിന്തിച്ചാൽ അത് പിഴച്ച കക്ഷിയുടെ സ്വഭാവമാണ്. അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ അള്ളാഹു ഉപവിഷ്ടനാണെന്ന് പറഞ്ഞാൽ നമ്മളിരിക്കണ പോലെയാ? അല്ല, റബ്ബിന് യോജിച്ച രൂപത്തിൽ. അപ്പോൾ അള്ളാഹ് ഇറങ്ങണ സമയമാണ് രാത്രിയുടെ 1/3 ആ സമയത്ത് അള്ളാഹ് ചോദിക്കുന്നുണ്ട്, എന്നോട് ചോദിക്കാൻ ആരുണ്ട്? ഞാൻ തരാം. എന്നോട് പൊറുക്കലിനെ ചോദിക്കാൻ ആരുണ്ട്? ഞാൻ പൊറുത്തു തരാം എന്ന് റബ്ബ് ചോദിക്കണ സമയമാണെന്നാണ്. സുബഹിൻ്റെ മുമ്പുള്ള സമയം. ആ സമയത്തൊക്കെ എണീറ്റ് 2 റക്അത്ത് നിസ്കരിക്കാൻ, അല്ലെങ്കിൽ ഒരു 3 ആക്കിയതിനെ അവസാനിപ്പിച്ച് നിസ്കരിക്കാനുള്ള ഈമാൻ അള്ളാഹു നമുക്കൊക്കെ തെരുമാറാകട്ടെ. എന്താ പ്രാർത്ഥന ആ സമയത്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക, റബ്ബേ, നിന്റെ കോപം, ആ കോപത്ത് എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞ് നിന്റെ റിള എനിക്ക് തരണേ എന്ന് ആരായി ചോദിക്കുന്നത്? ഇനി ഇതിനേക്കാൾ നല്ലൊരു മുത്ത്, ഒരു നേതാവ്, ഒരു വ്യക്തി, ഒരു സൃഷ്ടി ലോകത്തിന് വരാനുണ്ടോ? ഇല്ല.
ആ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണെന്ത്? അള്ളാഹുവിൻ്റെ റിള. ഈ റിള നേടിയെടുത്തത് കൊണ്ട് തന്നെയാണ് സഹാബികളെ അള്ളാഹു എന്ത് വിളിച്ചത്? റളിയല്ലാഹു അൻഹും വറളു അൻ. എന്തുകൊണ്ടാണ്? അള്ള പറഞ്ഞെടുത്തവർ നിന്നു എന്നുള്ളതായിരുന്നു അവരുടെ പ്രത്യേകത എന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എൻ്റെ ഖുതുബയുടെ അവസാനത്തിലേക്ക് ഞാൻ വരുമ്പോൾ അത് നിങ്ങൾ സാഗൂതം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹം ഖൈബറിലേക്കൊരു യാത്ര പോവുകയാണ്. മദീനയിലെ സ്ഥലമാണ് ഖൈബർ. ആ ഖൈബറിലേക്ക് യാത്ര പോവുകയാണ്. അവിടെ എത്താൻ സമയമായപ്പോൾ യാത്രയിൽ ക്ഷീണിച്ച ഉമർ റളിയല്ലാഹു ഒരു മരച്ചുവട്ടിലിരുന്നു. ക്ഷീണം കൊണ്ടൊരു മരച്ചുവട്ടിലിരുന്നു. ആ സമയത്ത് ഉറങ്ങിപ്പോയ ഉമറിനെ വന്ന് വിളിച്ചതാരെന്നറിയോ? ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ വന്ന് അദ്ദേഹത്തെ വിളിക്കുകയാണോ? ഉമറെ, അമീറുൽ മുഅ്മിനീൻ എന്നൊന്നല്ല വിളിക്കണത്. ആ കിടക്കണ ആളെ കണ്ടപ്പോൾ വിളിച്ചു. ഈ കിടക്കണത് ഉമറാണെന്നൊന്നും ആ പെണ്ണിന് അറിഞ്ഞൂടാ. ഉമർ റളിയല്ലാഹുവിനെ വിളിക്കാൻ എന്നിട്ട് പറയുകയാണ്, മുഹമ്മദ് ബിൻ അസ്ലമ സക്കാത്ത് മുതൽ ഖൈബറിൽ നിന്നും പിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് സാധുക്കൾക്കിടയിൽ അദ്ദേഹം വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അനാഥ കുട്ടികളെ പോറ്റുന്ന എനിക്ക് അതിൽ നിന്ന് ഒന്നും അദ്ദേഹം തന്നില്ല. ഈ ഒരു കംപ്ലൈൻറ്റ് പറയാണ് അദ്ദേഹത്തോട്. കണ്ട ഒരാളോട് പറഞ്ഞു അല്ലേ? അതായത് അനാഥ കുട്ടികളെ പോറ്റുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭർത്താവില്ല, വിധവയാണ്. അപ്പം ഈ സ്ത്രീ പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ അനുഭവമാണ്, ഈ കൊല്ലത്തെ അനുഭവമല്ല. കഴിഞ്ഞ കൊല്ലം അദ്ദേഹം നിങ്ങൾ നിശ്ചയിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ നിശ്ചയിച്ച ആ വ്യക്തി പിരിച്ചെടുത്തപ്പോൾ എനിക്കൊന്നും തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ വർഷവും അദ്ദേഹം തന്നെയാണ് സക്കാത്ത് മുതൽ പിരിച്ചെടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ പ്രത്യേകം പറയണം, എനിക്ക് വേണ്ടി അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഈ സ്ത്രീക്ക് അറിയില്ലായിരുന്നു മുഹമ്മദ് ബിൻ മസ്ലമയെ ഏൽപ്പിച്ചത് ആരാണ് എന്ന്, ഖലീഫ ഉമറാണ് എന്ന് ആ പെണ്ണിന് അറിയില്ലായിരുന്നു. ഇതറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? തൻ്റെ ഭൃത്യനെ, മർഫ എന്ന് പറയുന്ന ഭൃത്യനെ മുഹമ്മദ് ബിൻ അസ്ലമയുടെ അടുക്കിലേക്ക് പറഞ്ഞേക്കണം. അദ്ദേഹത്തെ വേഗം വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു. യാ മർഫ ഉദ്ഉ ലി മുഹമ്മദ് ബിൻ മസ്ലമ, അത് വിളിച്ചു വരാൻ പറയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നല്ല, വലിയ ശബ്ദത്തിലാണ്, കുറച്ച് ഗൗരവത്തിലും ദേഷ്യത്തിലുമാണ് ഉമർ പറയുന്നത്. ഒരു അനീതി എവിടെയൊക്കെയോ ഫീൽ ചെയ്തതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു തോന്നി. അതുകൊണ്ട് ശബ്ദത്തിൽ പറഞ്ഞു. ആ സ്ത്രീ പറയുകയാണ്, അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കണ്ട, അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കണ്ട, അങ്ങോട്ട് ചെന്ന് സംസാരിച്ചാൽ പോരെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ലം യഅതീന അതൈന, അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ മർഫഇനെയാണല്ലോ വിളിക്കാൻ ഏൽപ്പിച്ചത്. അദ്ദേഹം മുഹമ്മദ് ബിൻ മസ്ലമയെ വിളിച്ചപ്പോൾ അദ്ദേഹം പേടിച്ചു. ഖലീഫ ഉമർ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് മർഫ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ സക്കാത്ത് പിരിച്ചെടുക്കുന്ന ഖൈബറിലെ പ്രതിനിധിയായ മുഹമ്മദ് ബിൻ മസ്ലമ പേടിച്ചു പോയി. അദ്ദേഹം ചോദിച്ചു, ആരാണ് ഉമറിൻ്റെ അടുത്ത്? ഇപ്പം ഉമറിൻ്റെ അടുത്ത് ആരാ ഉള്ളത്? എന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്ന് അദ്ദേഹം പേടിച്ചുകൊണ്ട് പറയാണ്. കാരണം ഗൗരവത്തിൽ ഉമർ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്നാൽ കിട്ടുന്നത് വേറെ രൂപത്തിലായിരിക്കും, അത് പേടിച്ചിട്ടാണ്. ആ സമയത്ത് മർഫ പറഞ്ഞു, അറിയില്ല, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ നിൽപ്പുണ്ട്, നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞിക്കണേ, ഒരു പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് ബിൻ മസ്ലമക്ക് പേടി ഒന്നുകൂടി കൂടി. പെണ്ണാണെങ്കിൽ എന്നെക്കുറിച്ചുള്ള കംപ്ലൈൻറ്റ് തന്നെ ആയിരിക്കും ഉറപ്പാ എന്ന് അദ്ദേഹം പറയുകയാണ്. ഉമറിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ടുണ്ട് എങ്കിൽ അതെന്നെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയാനായിരിക്കും അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ മുഹമ്മദ് ബിൻ മസ്ലമ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ച് ചെന്നപ്പോൾ അപ്പോഴാണ് ആ സ്ത്രീക്ക് മനസ്സിലായതെന്ത്, എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമറാണ് എന്ന്. എപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ വന്നിട്ട് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചപ്പോഴാണ് ഈ നിൽക്കുന്നത് ഉമറാണ് എന്ന് ആ പെണ്ണിന് മനസ്സിലായത്. ഉമർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിൻ മസ്ലമയോട് പറഞ്ഞു, മുഹമ്മദ് ബിൻ മസ്ലം, കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളെ സക്കാത്ത് പിരിക്കാനും വിതരണം ചെയ്യാനും ഒക്കെ ഏൽപ്പിച്ചു, പക്ഷേ ഈ നിൽക്കുന്ന വിധവയായ സ്ത്രീക്ക് ഓഹരി ലഭിച്ചിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. കണ്ടാ, നീതി നടപ്പിലാക്കുകയാണ് ഉമർ. മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ബോധപൂർവമാണ് അത് ചെയ്തതെങ്കിൽ ഞാൻ ആ ചെയ്തത് അപരാധമാണ്, തെറ്റാണ്. പക്ഷെ ഞാൻ അറിയാതെ വിട്ടുപോയതാണ്, മനുഷ്യനല്ലേ, സംഭവിച്ചു പോയതാണ്.
ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ശക്തമായി പറഞ്ഞു, കുന്ന അകൽതു റഅസ്, കുന്ന അകൽതു റഅസ്. നമ്മളൊക്കെ ഇസ്ലാം ലഭിക്കുന്നതിൻ്റെ മുന്നേ ദരിദ്രരായിരുന്നു മുഹമ്മദ് ബിൻ മസ്ലം. ഇന്നലകളെ വിസ്മരിച്ചുകൊണ്ട് നമുക്കൊരു ഇന്നുണ്ടാകാൻ പാടില്ല എന്ന് ആ സ്ത്രീയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഉമർ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ആ സ്ത്രീ കൂടെ കേൾക്കെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വർഷത്തെ സക്കാത്ത് പിരിച്ചു കഴിഞ്ഞാൽ ആദ്യം പരിഗണിക്കേണ്ടത് ഇവരെയാണ്. കഴിഞ്ഞ കൊല്ലം ഇവർക്ക് നഷ്ടപ്പെട്ട സക്കാത്തിന്റെ സമ്പത്ത് എത്രയാണോ അതും കൂട്ടിക്കൊടുത്തിരിക്കണമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിൻ മസ്ലമയോട് പറയുകയാണ്. അതും സമ്മതിച്ച് മുഹമ്മദ് ബിൻ മസ്ലം പോയി. അപ്പ കയ്യിലൊന്നുമില്ല, അദ്ദേഹം പോയി കൊടുക്കാന്ന് പറഞ്ഞു പോയി. ആ സമയത്ത് ഉമർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന അല്പം ധാന്യങ്ങളും കുറച്ച് സമ്പത്തും ആ സ്ത്രീയുടെ കൈകളിലേക്ക് വെച്ച് നീട്ടിയിട്ട് പറഞ്ഞു, തൽക്കാലം നിങ്ങൾ ഇതുമായി പോവുക, ഇൻഷാ അല്ലാഹ് ഖൈബറിൽ വെച്ച് മുഹമ്മദ് ബിൻ മസ്ലമ നിങ്ങളെ കാണുമ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾക്ക് തരുമെന്ന് ഉമർ തങ്ങൾ പറയുകയാണ്. ഈ ചരിത്രം ഉദ്ധരിക്കുന്ന ഭാഗത്ത് പണ്ഡിതന്മാർ പറയുകയാണ്, അല്ലേ, ഇമാം മാലിക് റഹിമഹുല്ലാ ഒക്കെ ഈ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ഈ ചരിത്രം ഉദ്ധരിക്കുന്ന ഭാഗത്ത് കാണാൻ പറ്റും, ഉമർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു പരിഗണിച്ച ഒരു സംഭവമാണിതെന്നാണ്. ഇതിലെവിടെയാണ് ഉമറിനെ അള്ളാഹ് പരിഗണിച്ചത്? ഈ ചരിത്രം ശ്രദ്ധിച്ച ആളുകളൊന്ന് മനസ്സിൻ്റെ ക്യാൻവാസിലൂടെ അതൊന്ന് കൊണ്ടുപോയി നോക്ക്. ഉമറിനെ റബ്ബ് പരിഗണിച്ച സംഭവമാണ്. എങ്ങനെ പരിഗണിച്ചെന്നറിയോ? നാളെ പരലോകത്തേക്ക് ഈ കംപ്ലൈൻ്റ് അള്ളാഹ് മാറ്റി വെച്ചില്ല എന്നാണ്. ദുനിയാവിൽ നിന്ന് തന്നെ പെണ്ണിനെ ഉമറിൻ്റെ മുന്നിൽ എത്തിച്ചു. ആ പ്രശ്നത്തെ അവിടെ വെച്ച് തന്നെ റബ്ബ് പരിഹരിപ്പിച്ച് ഉമർ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കണ്ടുമുട്ടാൻ ദുനിയാവിൽ തന്നെ കംപ്ലൈൻറ്റ് ആ പെണ്ണിലൂടെ അള്ളാഹ് പരിഹരിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് സഹോദരങ്ങളെ സഹാബികളുടെ ജീവിതം, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയ സഹാബികളുടെ ജീവിതം. നമുക്ക് ഒരു നന്മ ചെയ്യാൻ ഭാര്യയോട് ചോദിക്കണല്ലേ, അല്ലേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനും നടപ്പിലാക്കാനും പല നന്മകളൊക്കെ നടപ്പിലാക്കാനൊക്കെ പലരോടും ചോദിക്കണം. സമൂഹത്തെ പേടിയാണ് നമ്മളിൽ പല ആളുകൾക്ക്. പാടില്ല. ഒരു സഹാബിൻ്റെ കയ്യുമ്മ സ്വർണ്ണമോതിരം കണ്ടപ്പോൾ മുത്തുനബി അത് ഊരിയിട്ട് കുറച്ചപ്പുറത്തേക്ക് അത് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, നരകത്തിലെ തീഗോളം ഒരു മോതിരമായി കയ്യിലണിയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ്. ആ സഹാബി പറഞ്ഞു, ഇല്ല നബിയെ, എങ്കിൽ പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്. ഇത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. ചില ആളുകൾ വിചാരിച്ചത് കുഞ്ഞു കുട്ടികൾക്ക് ജനിച്ചാൽ സ്വർണ്ണമാല അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ ധരിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവർ, വലിയവർക്ക് നിയമമാക്കപ്പെട്ട അതേ നിയമം തന്നെയാണ് സ്വർണത്തിൻ്റെ വിഷയത്തിൽ കുട്ടികൾക്കുള്ളത്. ഇരിക്കട്ടെ, അത് വേറെ വിഷയമാണ്. അപ്പോൾ ആ സഹാബിയുടെ അടുക്കൽ നിന്ന് നബിതങ്ങൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടെയുള്ള സഹാബികൾ അദ്ദേഹത്തോട് പറഞ്ഞു, ആ സ്വർണ്ണമോതിരം നിങ്ങൾക്ക് പറ്റൂല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? നിങ്ങളെ വീട്ടിൽ ഭാര്യയല്ലേ, പെങ്ങന്മാരില്ലേ, അല്ലെങ്കിൽ കുടുംബത്തിൽ പെണ്ണുങ്ങളില്ലേ, ഓൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ആ സഹാബി പറഞ്ഞ വാക്ക് നമ്മളൊക്കെ ചിന്തിപ്പിക്കേണ്ടതാണ്. എന്താ പറഞ്ഞത്? എൻ്റെ നേതാവ് എൻ്റെ കയ്യിൽ നിന്ന് ഊരിയെറിഞ്ഞ മോതിരം ഇനി ഞാൻ തൊടില്ല എന്നാണ്. വമാക്കാൻ അലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ എന്നാണ് ഖുർആൻ പറഞ്ഞത്. വിശ്വാസിയായ ആണാകട്ടെ, വിശ്വാസിനിയായ പെണ്ണാകട്ടെ, അവർക്ക് പാടില്ല അള്ളയും റസൂലും ഒരു കാര്യത്തിൽ ഒരു വിധി പറഞ്ഞാൽ പിന്നീട് അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ സ്വന്തം കാര്യത്തിൽ പിന്നീട് സ്വന്തം മറ്റൊരു ഓപ്ഷൻ. ഈ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ടോ? പാടില്ല. പിന്നീടൊരു ഓപ്ഷൻ ഇല്ല. അള്ളയും റസൂലും പറഞ്ഞിടത്ത് നിൽക്കുക. അതായിരുന്നു സഹാബത്തിന് തൃപ്തി കിട്ടാനുള്ള കാരണം. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് എന്ത്? റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഇതിപ്പോൾ ഞാൻ 1-2 സംഭവങ്ങളാണ് പറഞ്ഞത്. എത്ര സംഭവങ്ങളാണ് സഹാബികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുക, അല്ലേ? അതായത് നിങ്ങൾക്ക് 2 പേർക്കും ചെറുപ്പത്തിൽ ഞാൻ മുലപ്പാല് തന്നിക്കുന്നതാണ് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സഹാബിയോടും സഹാബി പെണ്ണിനോടും ഒരു വയസ്സായ സ്ത്രീ ചെന്ന് പറഞ്ഞത്. എന്നിട്ട് ആ വയസ്സായ പെണ്ണ് പറഞ്ഞെന്താ അറിയോ? നബി പറയണത് ഞാൻ കേട്ടിക്കണെന്ന്, മുലകുടി ബന്ധത്തിലുള്ള ആണും പെണ്ണും കല്യാണം കഴിക്കാൻ പാടില്ല. കേട്ട ഉടനെ ഈ ദമ്പതികൾ നബിൻ്റെ അടുക്കലേക്കാണ് പോയി. ചോദിച്ചു, നബി ഇത് ശരിയാണോ? നബി പറഞ്ഞു, അതെ, അങ്ങനെ ബന്ധം നിങ്ങൾ തമ്മിലുണ്ട് എങ്കിൽ നിങ്ങൾ വേർപിരിയണം. പോയപ്പോൾ തോള് കൈയിട്ടിട്ടാണ് പോയത്, പോകുന്നത് 2 വഴിക്കാ. ഇതാണ് സഹാബികൾ. നമ്മളോ? ഞാൻ എന്നോടെന്ന പോലെ ചോദിക്കുകയാണ്, പരലോകം നമ്മെയും കാത്തിരിക്കുന്നുണ്ട്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ആ സ്വർഗം നേടിയെടുക്കാൻ റബ്ബിൻ്റെ റിളക്ക് വേണ്ടി പറ്റാവുന്ന നന്മകളിലൊക്കെ മുന്നേറുക.
യുസാരിഊന ഫിൽ ഖൈറാത്ത്, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള സമയങ്ങൾ ഗ്യാരണ്ടിയാക്കപ്പെട്ടതല്ല, ഏത് സമയത്തും മറിഞ്ഞു വീഴാം. റബ്ബ് നമ്മെ റബ്ബിൻ്റെ തൃപ്തിയിലേക്ക് മുന്നേറുന്ന വിശ്വാസികളിൽ ചേർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എൻ്റെയും നിങ്ങളെയും ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരു സ്ത്രീ വരികയാണ്. ജാഅത്ത് ഇംറഅത്തുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. നബി തങ്ങൾ അരികിലേക്ക് വന്നു. നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ പറയണത്, മറ്റൊരു മസ്അല മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. ഫഖാലത്ത്, ആ സമയത്ത് ആ സ്ത്രീ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ദഹബർ റിജാൽ, പുരുഷന്മാരാണല്ലോ നബിയെ, ബി ഹദീഥിക, പുരുഷന്മാരായ പുരുഷന്മാരൊക്കെ നിങ്ങളെ ഹദീസുകളെ കേട്ട് പഠിക്കുന്നു, നിങ്ങളുടെ ദർസിൽ നിന്ന് ദീൻ പഠിക്കുന്നു. നബിയെ, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള നന്മകളൊന്നും ലഭ്യമാകുന്നില്ലല്ലോ. സ്ത്രീകളുടെ പറയാൻ, ഒരു സ്ത്രീ വന്ന് നബിയോട് പറയാൻ, സഹാബികളൊക്കെ നിങ്ങളുടെ ദർസിൽ വന്ന് ദീൻ പഠിക്കാൻ, ഞങ്ങൾക്ക് ഇതിനൊന്നും പറ്റണില്ലല്ലോ. അതുകൊണ്ട് ഫജ്അൽ ലനാ മിൻ നഫ്സിക യൗമൻ നഅതീക ഫീഹി തുഅല്ലിമുനാ ബിമാ അല്ലമക അല്ലാഹ്. ഓ നബിയെ, ഒരു ദിവസം ഞങ്ങൾക്ക് നിശ്ചയിച്ചതാ ദീൻ പഠിക്കാൻ. ആ ദിവസം ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരാം. അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ച ദീനിൽ നിന്ന് ഞങ്ങൾക്ക് താങ്കൾ പഠിപ്പിച്ചു തരൂ. എന്താ സ്ത്രീ ആഗ്രഹം പറയുകയാണ്. നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഏയ്, പെണ്ണുങ്ങൾക്ക് നിങ്ങൾ ഭർത്താക്കന്മാരെ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ ക്ലാസ്സൊക്കെ വിദഗ്ധാണ്, ഹറാമാണെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിൻ്റെ ആഗ്രഹം മാനിച്ച് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ശരി. എന്താ പറഞ്ഞറിയ നിങ്ങൾ? ഹദീസിൽ നമ്മൾക്ക് കാണാം, ഇജ്തമഉ ഫീ യൗമിൻ കദാ വകദാ ഫീ മകാനിൻ കദാ വകദാ. ഔ, എന്താണ് പ്രയോഗം? ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് നിങ്ങൾ ക്ലാസ് വെച്ചോ, ഞാൻ വരാം. അതിങ്ങി അവിടെ പറ്റില്ലെങ്കിൽ വേറെ ആളെ വീട്ടിലായിക്കോട്ടെ, നിങ്ങൾ അവിടെ എല്ലാവരെയും തട്ടിക്കൂട്ടിക്കോ, ഞാൻ വരാം. നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ മൗഈദുകുന്ന ഫീ ബൈത്തി ഫുലാന, ഇന്നാളെ വീട്ടിലായിക്കോട്ടെ, ഞാൻ വരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയോട് പറയുകയാണ്. അല്ലേ, ഞാൻ അങ്ങോട്ട് നിർബന്ധമായി വരാ എന്നാണ്. ഫഅതാകുന്ന എന്ന് പറഞ്ഞത്. ഫഅല്ലമഹുന്ന ബിമാ അല്ലമഹുല്ലാഹ്, അല്ലാഹു എന്നെ ദീൻ പഠിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ ഞാൻ അവിടെ വരാം. ഈ ഹദീസ് ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പറയാണ്, സ്ത്രീകൾക്ക് പ്രത്യേകമായ അനുവദിക്കപ്പെട്ട ഖുർആൻ ക്ലാസ്സുകളും ഹദീസ് ക്ലാസ്സുകളും ദീനി ക്ലാസ്സുകളും സെപ്പറേറ്റഡ് ആയിട്ട് വെക്കാം. ഇത് വിശാലമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ചില ആളുകൾക്കൊരു സംശയം, അങ്ങനെയാണെങ്കിൽ ഒരു മറ വേണ്ടേ? അല്ലേ, അങ്ങനെ ദീന് പഠിക്കുമ്പോൾ ഒരു മറ വേണ്ടേ, ഒരു ഹിജാബ് വേണ്ടേ? ഒരു പെണ്ണിൻ്റെ ഹിജാബ് എന്ന് പറയുന്നത് അവളുടെ വസ്ത്രമാണ്. ചില ആളുകളെങ്കിലും തെളിവ് പറയാറുണ്ട്. എന്ത്? സൈനബിന്റെ മുന്നിലേക്ക് വന്ന കണ്ണു കാണാത്ത അബ്ദുല്ലാഹിൻ ഉമ്മി മക്തൂമിനെ കണ്ടപ്പോൾ സൈനബ് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഉമ്മു മക്തൂമല്ലേ വരുന്നത്? നബി പറഞ്ഞു, സൈനബെ, വീടിൻ്റെ ഉള്ളിൽ കയറടി. ആ സമയത്ത് സൈനബ് പറയാൻ, നബി, ആൾക്ക് കണ്ണു കാണൂലല്ലോ. നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് കാണാലോ. ഈ സംഭവം വെച്ചിട്ടാണ് പറയലെന്ത്, മുമ്പിൽ വലിയൊരു മറ കൊണ്ടേ ചോളിയും പെണ്ണുങ്ങൾക്ക്. ആരാണ് ഈ പറയണത്? എവിടുന്നാണ് ഈ വ്യാഖ്യാനങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? സഹോദരങ്ങൾ, തെറ്റിദ്ധാരണകൾ നമ്മൾ ശ്രദ്ധിക്കണം. അറിവില്ലാത്തത് പറയരുത്. അല്ലേ, വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം തന്നെ എന്താ നിങ്ങൾ? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അറിവില്ലാത്തതിന്റെ പിന്നാലെ പോണ്ട. നിന്റെ കണ്ണ്, നിന്റെ ചിന്താശേഷി, നിന്റെ കർണപുടം, ഇതിനെക്കുറിച്ച് റബ്ബ് ചോദ്യം ചെയ്യും. ദീന് കൊണ്ട് കളിക്കരുത്, അറിവില്ലാത്തത് പറയരുത്. അല്ലേ, ആ പറഞ്ഞത് ശരിയാണ്. ഒരന്യ പെണ്ണ് ഒരു അന്യ പുരുഷനെ കാണുന്നതും ദർശിക്കുന്നതും ഇസ്ലാമിൽ ശ്രദ്ധിക്കണം. ലാ ശക്ക ഫീ. ഇഖ്തിലാത്തുകൾ ശ്രദ്ധിക്കണം, ഹൽവകൾ ശ്രദ്ധിക്കണം. എന്നാൽ ഒരു പെണ്ണിന് പുറത്തിറങ്ങൽ അനുവദിക്കപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ശർഈയായ കാര്യങ്ങൾക്ക്. ഒരു വിജ്ഞാന സദസ്സുണ്ട്, പെണ്ണിന് പോകാം. പള്ളിയിലേക്ക് പെണ്ണിന് പോകാം. ദീന് പഠിക്കാൻ പെണ്ണിന് പോകാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഒരു ചോദ്യം. എന്താ ചോദ്യം? ഈ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജുകൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമുള്ള
ഷെയ്ഖ് ബിൻ ബാസ് റഹിമുള്ള കൊടുത്ത മറുപടി ആരാറിയും എന്തറിയോ? അദ്ദേഹം അവിടെ ചെന്ന് ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം സ്ത്രീകൾക്ക് ക്ലാസ് എടുത്ത് പെട്ടെന്ന് അവിടെ തിരിച്ചു പോരുക എന്നുള്ളതല്ലാതെ വേറൊരു കാര്യങ്ങളും അത് ശ്രദ്ധിക്കാനുള്ള ഹൽവ ഒറ്റക്കാകുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഹിജാബ് ധരിക്കാത്തൊരു പെണ്ണവിടെ വന്നാലോ? അടുത്ത ചോദ്യം. മഹാനായ ഇബ്നു ബാസ് റഹിമുള്ള പറഞ്ഞെന്താ അറിയോ? അവളെ ക്ലാസ് നിന്ന് പുറത്താക്കല്ല വേണ്ടത്, അല്ലെങ്കിൽ ഓള് പർദ്ദട്ടിട്ടില്ല, ഓള് തലമറച്ചിട്ടില്ല ഇറങ്ങിപ്പോകല്ല വേണ്ടത്. പിന്നെയോ അവളെ പരിഗണിച്ച് ഹിജാബ് നിർബന്ധമാണ് എന്ന നസീഹത്തോടെ അവളെ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞതായിട്ട് കാണാം. ഞാൻ അത് പറഞ്ഞത് എന്തിനാണ്? സഹോദരിമാർക്കുള്ള ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ പള്ളിയിലുണ്ട് അല്ലേ? എല്ലാ ചൊവ്വാഴ്ചകളിലും ഖുർആൻ ക്ലാസ് സ്ത്രീകൾക്ക് മാത്രമായിട്ട് രാവിലെ 11 മണിക്ക് നമ്മുടെ മദ്രസ ഹാളിലുണ്ട്. നമ്മളെ ഭാര്യമാരൊക്കെ വരട്ടെ. അതുപോലെ തന്നെ നമ്മളെ പഠന സെൻറ്ററിൽ, മുസഹാജി മുക്കിലെ പഠന സെൻറ്ററിൽ എല്ലാ വ്യാഴാഴ്ചയും അസറിന് ശേഷം ഖുർആൻ ക്ലാസ് ഉണ്ട്. നമ്മൾ പഠിക്കുക സഹോദരങ്ങളെ. ദീന് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാത്രമായി നമ്മുടെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും സൂറത്ത് യൂസുഫ് നമ്മൾ ചർച്ച ചെയ്യുന്നു. അത് പഠിക്കുന്നവർക്ക് പിന്നീട് സങ്കടങ്ങളില്ല എന്ന് സലഫുകൾ പറഞ്ഞ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 8-10 കിലോമീറ്റർ പരിസരത്തുള്ള ആൾക്കാരാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണം ഖുർആൻ ക്ലാസ്സിന്. കാരണം ദീന് പഠിക്കണ സദസ്സ് ഒരു ഭാഗത്തുണ്ടെങ്കിൽ അതിൽ അവൻ പങ്കെടുക്കൽ നിർബന്ധമാണെന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ സലഫി ഉലമാക്കൾ കിതാബുകളിലൊക്കെ അത് കാണാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? എന്തേ കാരണം? ചിലപ്പോൾ ആ സദസ്സിന്ന് കിട്ടുന്ന ഒരു അറിവായിരിക്കും ഓനെ നരകത്തിന് രക്ഷപ്പെടുത്തുന്നതെന്നാണ്, ഓളെ നരകത്തിന് രക്ഷപ്പെടുത്തുന്നതെന്നാണ്. അതുകൊണ്ടേ നമ്മൾ ആ സമയം കണ്ടെത്തി നമ്മൾ ദീനി സദസ്സുകളിൽ വരിക. എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ പള്ളിയിൽ അള്ളാഹിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന സദസ്സുണ്ട്, അസ്മാഉൽ ഹുസ്ന. നമ്മൾ ആ ക്ലാസ്സിനൊരു പേരിട്ടു അസ്സആദ, അത്രയേ ഉള്ളൂ. എന്താ നമ്മളതിൽ പറയണത്? കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തത് അൽ ഖവി. അത് കേട്ടുപോയ ആളുകൾക്കറിയാം മനസ്സിന് കിട്ടിയ ധൈര്യം എത്രയാണെന്നുള്ളത്. ഇപ്പോൾ ചില ആൾക്കാർ പറയും യൂട്യൂബിലുണ്ടല്ലോ, യൂട്യൂബിൽ നിങ്ങൾ ദീന് കേട്ട് പഠിച്ചാലൊന്നും അതിൻ്റെ യഥാർത്ഥ കൂലി കിട്ടൂല. ഈ ചളിക്കുണ്ടിലെ താമരപ്പൂ എന്ന് പറയുന്ന സാധനമാണ് അതൊക്കെ. എന്തൊക്കെ ഉണ്ടെങ്കിൽ പിശാച് നമ്മളെ തെറ്റ് ചെയ്ക്കൂടിക്കാൻ കൊണ്ടുപോകും. അതിലൊന്നും ദീനേട്ട കൂലി ഇല്ല എന്നല്ല ഞാൻ പറയണത്. ആ ഡ്രസ്സ് അണിഞ്ഞ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് പ്രാർത്ഥനയും ചൊല്ലി ദീന് പഠിക്കണ സദസ്സിൽ വന്നിരിക്കുമ്പോൾ ആ വരവും ആ ഇരുത്തവും ആ പോക്കും അതിന് കിട്ടുന്ന ഒരു എഫക്റ്റും വൈബും നമ്മുടെ യൂട്യൂബിലൊന്നും കിട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ദീന് വന്നിരുന്ന് നമ്മൾ ശരിക്കും പഠിക്കുക. സഹോദരങ്ങളെ, ചെറിയ സേവനങ്ങളാണ് ദീന് പഠിക്കാൻ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി, ഉമർ റളിയല്ലാഹു തൻ്റെ അയൽവാസിയുമായി കരാർ എഴുതിയെന്നാണ്. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക. എന്താണ് ആ കരാർ എന്ന് പറയുന്നത്? നാളെ ഞാൻ ജോലിക്ക് പോകാം, നീ നബി തങ്ങളെ ദർസിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് കിട്ടിയ ഇൽമ് നീ എനിക്ക് പറഞ്ഞു തരണം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട്. ഞാൻ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് നിൻ്റെയും എൻ്റെയും കുടുംബം ഞാൻ നോക്കാം. അടുത്ത ദിവസം നീ ജോലിക്ക് പോകണം, ഞാൻ നബി തങ്ങളെ ക്ലാസ്സിലേക്ക് പോകാം. അല്ലേ? അപ്പം അള്ളാഹുവിനെ പേടിക്കാൻ കഴിയുന്ന ആർക്കാണ്? ഈ റിള നേടിയെടുക്കാൻ പറ്റുന്ന ആർക്കാണ്? ഇങ്ങനെ പഠിച്ചെടുക്കുന്നവർക്ക് മാത്രമാണ്. കുറച്ചൊക്കെ ആയി, ഞാനിപ്പോൾ 5 നേരം നിസ്കാരം കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, ഇനി എന്താ അതിൻ്റെ അപ്പുറത്ത് നിന്ന് ചിന്തിക്കുന്നവർക്ക് സഹോദരങ്ങളെ, ഇൽമ് എന്ന് പറയുന്ന മഹാസാഗരമാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ. പഠിക്കുന്നവർക്ക് അള്ളാഹിനെ പേടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ സദസ്സുകളെ കൊച്ചാക്കുകയല്ല വേണ്ടത്, കളിയാക്കുകയല്ല വേണ്ടത്. കാര്യഗൗരവത്തോടു കൂടി അതിനെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒന്നും വേണ്ട, ആ ക്ലാസ്സിലൊന്ന് വന്നിരുന്നാൽ തന്നെ റഹ്മത്തിൻ്റെ മലക്കിറങ്ങും. ഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ നസലത് അലൈഹിമുസ് സകീന. ഇത് അന്വേഷിച്ച് ഓടുകയാണ് മനുഷ്യരെന്ന് അല്ലേ? അതുകൊണ്ട് കച്ചവടക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. ആ സമയത്ത് തൽക്കാലം 1 മണിക്കൂർ ഒരാളെ ഏൽപ്പിച്ചിങ്ങോട്ട് പോരാ. ഉസ്താദ് അപ്പം എന്നോട് മിനിഞ്ഞാന്നൊരാൾ പറഞ്ഞെന്തായിരുന്നു, നിങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ക്ലാസ്സിൽ പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞേ? ചൊവ്വാഴ്ച ഖുർആൻ ക്ലാസ്സുള്ള ദിവസമല്ലേ നമുക്കിവിടെ? എവിടെ? ഒരു സ്ഥലത്ത്, വേറെ സ്ഥലത്താണ് ഞാൻ പറയണത്. അതെ, നിങ്ങൾ ക്ലാസ്സിൽ ഇന്ന് പറഞ്ഞ് ഞാൻ അനുഭവിച്ചിരിക്കണം. ഞാൻ എന്താ പറഞ്ഞു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്താ അറിയോ? ചൊവ്വാഴ്ച മഗ്‌രിബിന് ഖുർആൻ ക്ലാസ്സിൻ്റെ സമയത്ത് നല്ല തിരക്ക് ശൈത്താൻ തരും. അപ്പോഴാ ക്ലാസ്. സോ നിങ്ങൾ പറഞ്ഞ് ശരിക്കും അനുഭവിക്കണതാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച 3 കസ്റ്റമർ ഒരുമിച്ചിൻ്റെ കടയിൽ കൊന്നാൻ. അതുവരെ പകൽ ആരും വന്നിട്ടില്ല. അപ്പം ആ സമയത്ത് റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അതവിടെ വെച്ച് പോയാൽ അല്ലെങ്കിൽ വേറെ ആളെ ഏൽപ്പിക്കുക. അപ്പം നമ്മളവിടെ മരിച്ചു പോയാലും നമ്മളെ കസാരിക്ക് വേറെ ആൾ വരൂലേ? നമുക്ക് തോന്നുകയാണ് ഞാൻ അവിടുന്ന് മാറി അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോകും. അത് തവക്കുൽ ബോധമല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരെയും കുറ്റപ്പെടുത്തിയൊന്നല്ല, നമ്മൾ നല്ല രൂപത്തിൽ ചിന്തിച്ച് മുന്നേറുക.
സഹോദരങ്ങൾ, നമുക്ക് മരിക്കണം. എങ്ങനെ? സന്തോഷത്തോടെ. ഒരു വിശ്വാസിയുടെ മരണം ഈ ദുനിയാവിൽ നിന്നുള്ള റാഹത്തോടെയുള്ള മരണമാണെന്ന് റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്കിൽ, പരാമർശത്തിൽ വേദനിക്കുന്ന വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്, നസീഹത്തോടെ പറഞ്ഞതാണ് എന്ന് മാത്രം അതിനെ ഉൾക്കൊള്ളുക. ഒരിക്കലും നെഗറ്റീവ് മൈൻഡോടെ ഒന്നിനെയും ആരും കേൾക്കരുത്. അതൊന്നും നല്ല സ്വഭാവമല്ല എന്നുള്ളത് കൂടി കൂട്ടത്തിൽ ഞാൻ ചേർത്ത് പറയുകയാണ്. ഒരു മിമ്പറിൽ ഒരാൾ കയറുമ്പോൾ അയാൾക്ക് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ അറിയാം, നിങ്ങളവിടെ ഇരിക്കണ പോലെയല്ല ഇവിടെ നിൽക്കുമ്പോൾ. തീർത്തും എല്ലാവരോടുള്ള നസീഹത്താണ് ഉണ്ടാവുക. അതാണ്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ച് സംസാരിച്ചാൽ എന്ത് ഖതീബാണ്, എന്ത് ഉത്ബോധകനാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോലും ചെയ്യരുത്. അള്ളാഹു നമുക്ക് സംശുദ്ധമായ ഹൃദയം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപക്കറകളെല്ലാം റഹ്മാനായ റബ്ബ് നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് രോഗികൾ, ക്യാൻസർ രോഗികളൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. അത്തരത്തിലുള്ള വലിയ വലിയ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വേറെയും പല രോഗങ്ങളാൽ, ശാരീരിക അവശതകളാൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഈ കൂട്ടത്തിലും ദുആ വസിയത്ത് ചെയ്തവരും അല്ലാത്തവരുമുണ്ട്. സഹോദരിമാരിലുണ്ട്, സഹോദരങ്ങളിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും, താങ്ങാൻ കഴിയാത്ത മുസീബത്തുകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിക്കുന്ന നാളുകൾ എത്രയാണോ അത്രയും നാൾ ആഫിയത്തോടെ ജീവിക്കാൻ റഹ്മാനായ റബ്ബ്, ഉപരിയിലുള്ള റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും നമ്മുടെ ഇണകളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് സമയത്ത് വിട പറയേണ്ടി വന്നാലും സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഉതകുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് റബ്ബിലേക്ക് മടങ്ങുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ റബ്ബ് സാധുക്കളായ പാപികളായ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.